ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവാണേ. വയനാട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് നാളായി ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് അത് നടന്നത്. അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും ഉണ്ട് കേട്ടോ. ട്രാവലറിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-14 പേരുണ്ട്. കുറച്ച് പേരൊക്കെ മിസ്സാണ്, നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വയനാട്ടിലേക്ക് വിട്ടു. ചുരത്തിലൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ ഒന്നും നിർത്തിയില്ല, നമ്മൾ നേരെ തന്നെ പോയി. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എടക്കൽ കേവ്സ് ആയിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ എടക്കൽ ഗുഹ കയറാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ നല്ല ഉത്സാഹമായിരുന്നു എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എല്ലാവരും ചിരിച്ചൊക്കെ വരുന്നുണ്ട്. ആദ്യത്തെ ഞങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ഞങ്ങൾ കുറച്ച് പേര് മുന്നേ പോയിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ പോണ വഴി ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഭയങ്കര സംഭവമാണിത്. പോകുന്ന വഴി കുറച്ച് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് വെള്ളവും കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങ് മേലെത്തിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇവിടുന്ന് അങ്ങ് കയറിപ്പെട്ടാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കയറിപ്പെട്ട് ഇതേ ഒരു ഗുഹയുടെ ഉള്ളിലെത്തി. പെട്ടെന്ന് എനിക്കൊരു മിനി കൊടൈക്കനാൽ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഈ ഗുഹയൊക്കെ കണ്ടു. ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ കയറാനായിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് എത്തും തന്നെ വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ നമ്മൾ അവിടെയാക്കി. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ദർശകൂട്ടം കുറച്ച് കരങ്ങിയിരുന്നു, എന്നാലും എന്തെങ്കിലും അപേക്ഷിച്ച് അവൻ നല്ല കുട്ടിയായിരുന്നു. ഇന്ന് ആ ഗുഹയൊക്കെ അവൻ അടിപൊളിയായിട്ട് കയറി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിച്ചു പൊളിച്ച് വൈബായിട്ടാട്ടോ ഞങ്ങൾ പോയത്. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിൽ കയറി കേട്ടോ. നല്ല അടിപൊളി പാർക്കായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ മാത്രമല്ല, നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ വയനാട് വിശേഷങ്ങളുടെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.